നമസ്കാരം. നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ലേ? വീട്ടിലെപ്പോഴും കലഹങ്ങളും അനാവശ്യമായ തടസ്സങ്ങളും അനുഭവപ്പെടുന്നുണ്ടോ? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബിസിനസ്സോ ജോലിയോ പെട്ടെന്നൊരു ദിവസം തകിടം മറിഞ്ഞോ? എങ്കിൽ സൂക്ഷിക്കുക. ഇതിനു പിന്നിൽ ഒരുപക്ഷേ മറ്റാരുടെയും ശത്രുതയല്ല, മറിച്ച് നിങ്ങളിലേക്ക് പതിഞ്ഞ ചില വിഷലിപ്തമായ കണ്ണുകളായിരിക്കാം. നമ്മുടെ പൂർവികർ ഇതിനെ കണ്ണേറ് എന്ന് വിളിച്ചു. ആധുനിക ലോകം ഇതിനെ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരാളുടെ അസൂയ നിറഞ്ഞ നോട്ടം എങ്ങനെ ഒരാളുടെ സാമ്രാജ്യത്തെപ്പോലും തകർക്കുമെന്ന് അദ്ദേഹം തന്റെ നീതിശാസ്ത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും ഈ കണ്ണേറിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം? ആചാര്യ ചാണക്യൻ പറയുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഇന്നു നിങ്ങൾ അറിയാൻ പോകുന്നത് വെറും വിശ്വാസങ്ങളല്ല, മറിച്ച് ജീവിത വിജയം ഉറപ്പാക്കാനുള്ള പുരാതന ഭാരതീയ തന്ത്രങ്ങളാണ്. എന്താണ് കണ്ണേറ്? ചാണക്യന്റെ കാഴ്ചപ്പാടിൽ നമുക്കിത് പരിശോധിക്കാം. മനുഷ്യശരീരം ഒരു ഊർജ്ജകേന്ദ്രമാണ്. നമ്മുടെ ചിന്തകൾക്കും നോട്ടത്തിനും ഒരു പ്രത്യേക പ്രഭാവലയമുണ്ട്. ഒരാൾ നമ്മെ നോക്കുമ്പോൾ അത് കേവലം ഒരു നോട്ടമല്ല, മറിച്ച് ഒരു ഊർജ്ജപ്രവാഹമാണ്. അസൂയയോടും വെറുപ്പോടും കൂടിയുള്ള നോട്ടം നമ്മുടെ പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കാൻ പ്രാപ്തമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ദുർജനസ്യ ച സർപ്പസ്യ വരം സർപ്പോന ദുർജനഃ സർപ്പഃ ദംശതി കാലേന ദുർജനസ്തു പദേ പദേ. ഒരു ദുഷ്ടനായ മനുഷ്യനും പാമ്പും തമ്മിൽ താരതമ്യം ചെയ്താൽ പാമ്പാണ് ഭേദം. കാരണം പാമ്പ് ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ സമയം വരുമ്പോൾ മാത്രമേ കടിക്കൂ. എന്നാൽ ദുഷ്ടനായ മനുഷ്യൻ തന്റെ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഓരോ ചുവടിലും നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന വഴികൾ നമുക്ക് നോക്കാം. വിജയങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക. ദി ആർട്ട് ഓഫ് സീക്രസി. കണ്ണീറേൽക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ അമിതമായ പ്രദർശന മനോഭാവമാണ്. എന്തെങ്കിലും ചെറിയ നേട്ടമുണ്ടാകുമ്പോൾ തന്നെ അത് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്നത് നമ്മുടെ പതനത്തിന് കാരണമാകും. ചാണക്യൻ തന്റെ നീതിസാരത്തിൽ ഇപ്രകാരം വ്യക്തമാക്കുന്നു: മനസാ ചിന്തിതം കർമ്മ വചസാന പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യേ ചാപി നിയോജയേത്. അതായത്, നിങ്ങളുടെ മനസ്സിലുള്ള പദ്ധതികളും ലക്ഷ്യങ്ങളും പൂർത്തിയാകുന്നതുവരെ മറ്റൊരാളോടും വെളിപ്പെടുത്തരുത്. അതൊരു മന്ത്രം പോലെ രഹസ്യമായി സൂക്ഷിക്കണം. പ്രവൃത്തിയിലൂടെ മാത്രമേ അത് പുറം ലോകം അറിയാവൂ. നിങ്ങളൊരു പുതിയ വീട് വയ്ക്കാൻ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. അത് സംഭവിക്കുന്നതിനു മുൻപേ സോഷ്യൽ മീഡിയയിലോ സുഹൃത്തുക്കൾക്കിടയിലോ പങ്കുവയ്ക്കുമ്പോൾ അവിടെ അസൂയയുടെ വിത്തുകൾ പാകപ്പെടുന്നു. ഈ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലും നമ്മുടെ വളർച്ചയിൽ അസൂയയുള്ളവരാകാം. അവരുടെ നോട്ടം വിഷലിപ്തമായി മാറുന്നത് നാം അറിയാറില്ല. ആചാര്യ ചാണക്യന്റെ വചനം ശ്രദ്ധിക്കുക: ന വിശ്വസേത് കുമിത്രേച്ച മിത്രേച്ചാപിന്ന വിശ്വസേത് കദാചിത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത്. ചീത്ത സുഹൃത്തിനെ വിശ്വസിക്കരുത്, നല്ല സുഹൃത്തിനെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം എപ്പോഴെങ്കിലും ആ സുഹൃത്തിന് നിങ്ങളോട് പിണക്കം തോന്നിയാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അയാൾ പുറത്തുവിടും. അമിത വിശ്വാസം അമിത വെളിപ്പെടുത്തലുകളിലേക്ക് നയിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് നിങ്ങളെ തകർക്കാനുള്ള ആയുധമായി മാറുന്നു. നിങ്ങളെ നോക്കി ചിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മയാഗ്രഹിക്കുന്നവരല്ല എന്ന സത്യം തിരിച്ചറിയുക. നെഗറ്റീവ് എനർജിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? നമ്മുടെ പൂർവികർ കണ്ണേറുവാറ്റാൻ പല മാർഗങ്ങളും ഉപദേശിച്ചിട്ടുണ്ട്. ഇതിനെ വെറും അന്ധവിശ്വാസമെന്ന് തള്ളിക്കളയുന്നതിനു മുൻപ് ഇതിനു പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കണം. ഉപ്പ്, കടുകൾ, മുളക് എന്നിവയുപയോഗിച്ച് ഉഴിഞ്ഞുവാങ്ങുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ചാണക്യൻ പറയുന്നത്, ഓരോ വ്യക്തിയും സ്വന്തം ഊർജ്ജത്തെ സംരക്ഷിക്കാൻ ചില നിയമങ്ങൾ പാലിക്കണം. 1. ലളിതമായ ജീവിതശൈലി. അനാവശ്യമായ ആഡംബര പ്രദർശനം ഒഴിവാക്കുക. 2. ആത്മബലം. നിങ്ങളുടെ മനസ്സ് ശക്തമാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ സ്പർശിക്കാനില്ല. 3. ആരാധന. ഈശ്വരചിന്തയും മന്ത്രജപവും നിങ്ങളുടെ ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്നു. അനന്തരം വിഘ്നസഹസ്രമപി വിനാശയതി തപസ. ഏകാഗ്രമായ പ്രാർത്ഥനയും കഠിനാധ്വാനവുമുണ്ടെങ്കിൽ 1000 വിഘ്നങ്ങളെയും തകർക്കാൻ സാധിക്കും. സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ദമ്പതികൾക്കിടയിലെ സ്നേഹം അല്ലെങ്കിൽ കുട്ടികളുടെ മിടുക്ക് എന്നിവ മറ്റുള്ളവരുടെ മുൻപിൽ അമിതമായി കാണിക്കുന്നത് പലപ്പോഴും കുടുംബ കലഹങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ചാണക്യനീതി പ്രകാരം ദർശനപുണ്യ സങ്കൽപ്പാൽ സർവപാപേഹി പ്രമുച്യതേ. നല്ല നോട്ടം പുണ്യം നൽകുന്നതുപോലെ ചീത്ത നോട്ടം പാപത്തിനും തകർച്ചയ്ക്കും കാരണമാകുന്നു. നിങ്ങളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്നത്
കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ്. അടുത്തതായി കണ്ണേറ് വാറ്റാനുള്ള ലളിത വഴികൾ. ആചാര്യന്മാരും ആത്മീയ ഗ്രന്ഥങ്ങളും നിർദ്ദേശിക്കുന്ന ചില പരിഹാരങ്ങൾ ചുവടെ നൽകുന്നു. 1. വീടിന്റെ ഉമ്മറപ്പടി. വീടിന്റെ പ്രവേശന കവാടം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. അവിടെ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുണ്ടാകണം. 2. കർപ്പൂരം കത്തിക്കുക. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളാൻ സഹായിക്കും. 3. നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് പുറത്ത് സംസാരിക്കാതിരിക്കുക. അസൂയാലുക്കളെ എങ്ങനെ തിരിച്ചറിയാം? ഐഡന്റിഫൈയിങ് ദി ഈവിൾ ഐ. കണ്ണേറ് എന്നത് കേവലം ഒരു നോട്ടമല്ല, അത് അസൂയയിൽ നിന്ന് ജനിക്കുന്ന ഒരു മാനസിക വിഷമാണ്. ആചാര്യ ചാണക്യൻ അസൂയാലുക്കളെ തിരിച്ചറിയാൻ ചില സൂചനകൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷം അഭിനയിക്കുകയും എന്നാൽ ഉള്ളിൽ വിദ്വേഷം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുക എന്നത് വലിയൊരു തന്ത്രമാണ്. ചാണക്യൻ പറയുന്നു, പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. മുഖത്തുനോക്കി മധുരമായി സംസാരിക്കുകയും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ ഉപേക്ഷിക്കുക. അവൻ മകളിൽ പാല് പുരട്ടിയ ഉള്ളിൽ വിഷം നിറഞ്ഞ ഒരു പാത്രത്തിന് തുല്യമാണ്. ഇത്തരംക്കാരുടെ നോട്ടമാണ് ഏറ്റവും വലിയ കണ്ണേറായി മാറുന്നത്. നിങ്ങളൊരു പുതിയ നേട്ടം കൈവരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ തിളക്കത്തിനു പകരം ഒരു തരം മങ്ങൽ കാണാം. അവരുടെ അഭിനന്ദനങ്ങളിൽ ആത്മാർത്ഥത കുറവായിരിക്കും. ഇത്തരം വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ മാനസികവും ഭൗതികവുമായ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. സാമ്പത്തിക രഹസ്യങ്ങളും കണ്ണേറും. വെൽത്ത് ആൻഡ് ദി ഈവിൾ ഐ. സാമ്പത്തിക ഭദ്രതയാണ് ഒരാളെ ഏറ്റവും കൂടുതൽ അസൂയയ്ക്ക് പാത്രമാക്കുന്നത്. പണം വരുമ്പോൾ അത് പ്രദർശിപ്പിക്കാനുള്ള പ്രവണത പലർക്കുമുണ്ട്. എന്നാൽ ചാണക്യൻ ഇതിനെതിരെ കർശനമായ മുന്നറിയിപ്പ് നൽകുന്നു. അർത്ഥനാശം, മനസ്താപം, ഗൃഹേ ദുശ്ചരിതാനിച്ച വഞ്ചനം ചാപമാനം ച മതിമാൻ ന പ്രകാശയേത്. ധനനഷ്ടം, മനസ്താപം, വീട്ടിലെ രഹസ്യങ്ങൾ, താൻ വഞ്ചിക്കപ്പെട്ട വിവരം, തനിക്കുണ്ടായ അപമാനം എന്നിവ ഒരു ബുദ്ധിമാൻ ഒരിക്കലും പുറത്തു പറയരുത്. നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വീമ്പ് പറയുമ്പോൾ അത് കേൾക്കുന്നവരിൽ അസൂയ ജനിപ്പിക്കുന്നു. ഈ അസൂയ കണ്ണേറായി മാറി നിങ്ങളുടെ ഐശ്വര്യത്തെ നശിപ്പിക്കും. സമ്പത്ത് എന്നത് മണ്ണടിഞ്ഞു കിടക്കുന്ന വേരുകൾ പോലെ രഹസ്യമായിരിക്കണം. എങ്കിൽ മാത്രമേ മരത്തിന് പന്തലിക്കാൻ സാധിക്കൂ. കുടുംബബന്ധങ്ങളിലെ സുരക്ഷ. പ്രൊട്ടക്ഷൻ ഓഫ് ഫാമിലി ബോണ്ട്സ്. കുടുംബത്തിലെ സമാധാനമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുവയ്ക്കാൻ കാരണമാകുന്നത്. സന്തോഷകരമായ ഒരു ദാമ്പത്യമോ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയോ കണ്ടാൽ അത് സഹിക്കാനാവാത്തവർ നമുക്ക് ചുറ്റുമുണ്ടാകാം. ചാണക്യനീതിയിൽ കുടുംബത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: യസ്യ പുത്രോ വശീഭൂതോ ഭാര്യ ഛന്ദാനുഗാമിനി വിഭവേ സ്വൽപ്പസന്തുഷ്ട തസ്യ സ്വർഗ ഇഹേവഹി. ആരുടെ മകൻ അനുസരണയുള്ളവനാണോ, ആരുടെ ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ, ആര് തനിക്കുള്ള സമ്പത്തിൽ സംതൃപ്തനാണോ, അയാൾക്ക് ഈ ഭൂമി തന്നെ സ്വർഗമാണ്. ഈ സ്വർഗം നിലനിർത്താൻ നിങ്ങൾ അത് പ്രദർശിപ്പിക്കാതിരിക്കണം. സോഷ്യൽ മീഡിയയിൽ കുടുംബചിത്രങ്ങൾ അമിതമായി പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം 1000 പേരത് കാണുമ്പോൾ അതിൽ 10 പേരുടെയെങ്കിലും മനസ്സിൽ അസൂയയുണ്ടാകാം. ആ നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ കുടുംബസമാധാനത്തെ ബാധിച്ചേക്കാം. അടുത്തതായി ആത്മരക്ഷയ്ക്കുള്ള തന്ത്രങ്ങൾ. കണ്ണേറിൽ നിന്ന് രക്ഷ നേടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ചില ആത്മരക്ഷാ തന്ത്രങ്ങൾ നോക്കാം. 1. മൗനം ഒരായുധം. ചാണക്യന്റെ അഭിപ്രായത്തിൽ മൗനം പകുതി വിജയമാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ മൗനത്തിലൂടെ സംരക്ഷിക്കുക. സത്സംഗം. നല്ല ചിന്തകളുള്ള മനുഷ്യരുമായി മാത്രം ബന്ധം പുലർത്തുക. നെഗറ്റീവ് മനുഷ്യരുടെ സാന്നിധ്യം നിങ്ങളുടെ പ്രഭാവലയത്തെ തകർക്കും. 3. ദാനം. അസൂയയെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി ദാനമാണ്. നിങ്ങൾ നേടുന്നതിൽ ഒരു ഭാഗം അർഹതപ്പെട്ടവർക്ക് നൽകുന്നത് വഴി നിങ്ങളുടെ സമ്പത്തിനു ചുറ്റും ഒരു പുണ്യകവചം രൂപപ്പെടുന്നു. ദാതവ്യം ഭോക്തവ്യം സതി വിഭവേ. സമ്പത്തുള്ളപ്പോൾ അത് ദാനം ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്യണം. ദാനം ചെയ്യുന്നതുവഴി നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കില്ല. മനക്കരുത്തും കണ്ണേറും. നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നതാണ് പുറത്തുനിന്നുള്ള നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ എളുപ്പത്തിൽ ബാധിക്കുന്നത്. ആത്മവിശ്വാസം കുറഞ്ഞ ഒരാൾക്ക് കണ്ണേറേൽക്കാൻ സാധ്യത കൂടുതലാണ്. ചാണക്യൻ പറയുന്നു, നാസ്തി ഭയം അകൃത പുണ്യസ്യ. അതായത്, പുണ്യം ചെയ്തവന് ഭയമില്ല. നിങ്ങൾ സത്യസന്ധമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളെ സംരക്ഷിക്കും. ഭയം വെടിയുക. ഭയമാണ് നെഗറ്റീവ് എനർജിക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി തുറന്നുകൊടുക്കുന്നത്. ദിവസവും ധ്യാനിക്കുന്നതും പോസിറ്റീവ് മന്ത്രങ്ങൾ ഉരുവിടുന്നതും നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. അടുത്തതായി വീടും പരിസരവും ശുദ്ധീകരിക്കുക.
കണ്ണേറ് കേവലം വ്യക്തികളെ മാത്രമല്ല, വീടിനെയും ബാധിക്കാം. വീട്ടിലെപ്പോഴും അസുഖങ്ങൾ വരികയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയോ ചെയ്യുന്നത് ഇതിന്റെ ലക്ഷണമാണ്. ആചാര്യൻ ഇപ്രകാരം പറയുന്നു: ശുചിത്വം ഹി സർവത്ര ഗുണേഹി പ്രശസ്യതേ. ശുദ്ധി എല്ലാ ഗുണങ്ങളിലും വെച്ച് ഉത്തമമാണ്. വീടെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുകയും ശുദ്ധമായ പരിസ്ഥിതി നിലനിർത്തുകയും ചെയ്യുന്നതുവഴി നെഗറ്റീവ് എനർജിക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. ഉപ്പുവെള്ളം ഉപയോഗിച്ച് വീട് തുടയ്ക്കുന്നത് കണ്ണേറ് മൂലമുള്ള ദോഷങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് നെഗറ്റീവ് വൈബ്രേഷനുകളെ വലിച്ചെടുക്കാൻ ഉപ്പിന് കഴിയുന്നതുകൊണ്ടാണ്. നിങ്ങളെ അസൂയയോടെ നോക്കുന്ന ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. ശത്രോരഭി ഗുണാ വാച്യ, ദോഷാ വാച്യ ഗുരോരഭി. ശത്രുവിനാണെങ്കിൽ പോലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. ഗുരുവിനാണെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ പതറാതെ നിൽക്കുക. അവരോട് പക വീട്ടാൻ നിൽക്കാതെ നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. നിങ്ങൾ കൂടുതൽ വളരുമ്പോൾ അവരുടെ അസൂയ വർദ്ധിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ അക്ഷോഭ്യമായ പെരുമാറ്റം അവരുടെ നെഗറ്റീവ് എനർജിയെ അവരിലേക്ക് തന്നെ തിരിച്ചയക്കും. കുട്ടികളെ കണ്ണേറിൽ നിന്ന് സംരക്ഷിക്കുക. കുട്ടികളാണ് കണ്ണേറിന് ഏറ്റവും വേഗം ഇരയാകുന്നത്. അവരുടെ നിഷ്കളങ്കതയും ഭംഗിയും പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പണ്ടുകാലത്ത് കുട്ടികളുടെ ചെവിക്ക് പിന്നിലോ നെറ്റിയിലോ കറുത്ത പൊട്ടു തൊടുന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് പെട്ടെന്നുള്ള നോട്ടം മാറ്റാനാണ്. ചാണക്യൻ പറയുന്നത് ശിശുക്കളെ എപ്പോഴും വലിയവരുടെ സംരക്ഷണയിൽ വളർത്തണമെന്നാണ്. അവരുടെ നേട്ടങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അമിതമായി പുകഴ്ത്തരുത്. ഇതവരിൽ അഹങ്കാരം വളർത്താനും മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കാനും കാരണമാകും. പ്രായോഗികമായ പ്രതിവിധികൾ. നമുക്ക് ചില പ്രായോഗിക ചാണക്യസൂത്രങ്ങൾ കൂടി നോക്കാം. 1. ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത് എപ്പോഴും ഏകാന്തതയിലോ അടുത്ത ബന്ധുക്കളുമായിരിക്കണം. ആഹാരത്തിന്മേൽ വീഴുന്ന അസൂയാനോട്ടം ആരോഗ്യത്തെ ബാധിക്കും. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും നിങ്ങളുടെ പുതിയ ഓർഡറുകൾ അല്ലെങ്കിൽ പ്രമോഷൻ എന്നിവ ഉറപ്പാകുന്നതുവരെ രഹസ്യമാക്കി വയ്ക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒരു ഉറച്ച കോട്ട പോലെ നിങ്ങളെ കാക്കും. മന്ത്രേണ ഹന്യതേ വ്യാധിഹി, അതായത് മന്ത്രങ്ങൾ കൊണ്ട് വ്യാധികളെയും കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കാമെന്നാണ്. ലോകം അസൂയക്കാരുമായി നിറഞ്ഞതാണ്. എന്നാൽ ഇതിനർത്ഥം നാം പ്രവർത്തിക്കുന്നത് നിർത്തണമെന്നല്ല. കണ്ണേറിനെ ഭയന്നല്ല, മറിച്ച് ജാഗ്രതയോടെ ജീവിക്കാനാണ് ആചാര്യ ചാണക്യൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമാണ്. മറ്റൊരാളുടെ നോട്ടത്തിന് നിങ്ങളെ തകർക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളതിന് അനുവാദം നൽകണം. അറിവുകൊണ്ടും ജാഗ്രത കൊണ്ടും പ്രതിരോധ കവചം തീർക്കുക. ചാണക്യനീതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ അറിവ് ജീവിതത്തിൽ പകർത്തിയാൽ ഏതൊരു തടസ്സത്തെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. കണ്ണേറെന്നത് ഒരു മാനസിക ഊർജമാണ്. മറ്റൊരാളുടെ അസൂയജനിച്ച ചിന്തകൾ നിങ്ങളെ ബാധിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ കവചം ദുർബലമായിരിക്കണം. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ജാഗ്രതയും രഹസ്യസ്വഭാവവും ജീവിതത്തിൽ പാലിച്ചാൽ ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളുടെ വിജയത്തെ തടയാനാവില്ല. ഓർക്കുക, നിങ്ങളുടെ കഠിനാധ്വാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അതിന് ഈശ്വരകൃപ കൂടിച്ചേരുമ്പോൾ ഏതു കണ്ണേറും നിഷ്പ്രഭമാകും. ഈ അറിവ് നിങ്ങൾക്കുപകരിച്ചുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം കൂടുതൽ ചാണക്യതന്ത്രങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി.